നമ്മൾ അതിയായിട്ടൊരു കാര്യത്തെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് നമ്മളെ അതെത്തിക്കുമെന്നൊരു പ്രകൃതി സത്യം പോലെയാണ് ലിബിയയിൽ നിന്നുള്ള ആമിറിൻ്റെ ഹജ്ജ് യാത്രയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പലരും നൽകുന്നുണ്ട്. പക്ഷേ ആമിറുമായിട്ട് അടുത്ത സോഴ്സുകളും ആമിർ തന്നെയും വ്യക്തമാക്കിയ വീഡിയോകളിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മളിവിടെ പങ്കുവെക്കുകയാണ്. ഹജ്ജ് അങ്ങനെയാണ്. മനുഷ്യൻ ആഗ്രഹിച്ചാൽ അള്ളാഹു അവിടെ എത്തിക്കണമെന്ന് കരുതിയാൽ അവിടെ നമ്മൾ എത്തിയിരിക്കും. അതെന്ത് സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞാലും. ലിബിയയിൽ നിന്നുള്ള ആമിറിൻ്റെ കഥ അതാണ് നമ്മളോട് പറയുന്നത്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് വിധിയുണ്ടെങ്കിൽ മക്കത്ത് എത്തിക്കണേ പടച്ചവനെ എന്നാണ്. അങ്ങനെ പടച്ചവൻ നമ്മെ അവിടെ എത്തിക്കാൻ തീരുമാനിച്ചാൽ അതെന്ത് ശക്തികൾ തന്നെ എതിര് നിന്നാലും നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യുമെന്നതിൻ്റെ അതിനെ കൂടുതൽ ബോധ്യപ്പെടുത്തി തരുന്ന സംഭവമായി ലിബിയൻ യുവാവ് ആമിർ അൽ മഹ്ദി മൻസൂർ അൽ ഖത്താഫിയുടെ അദ്ഭുത ഹജ്ജ് യാത്ര നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. സംഭവം ഇങ്ങനെയാണ്. വർഷങ്ങളായി താൻ മനസ്സിൽ താലോലിക്കുന്ന ഒന്നാണ് ഹജ്ജിന് പോകണമെന്നതും മക്കത്തും മദീനത്തും എത്തണമെന്നത് ആമിറിന്. അവസരം കിട്ടി ഹജ്ജിനായി ആമിർ ലിബിയയുടെ തെക്കേ ഭാഗത്തുള്ള സബ്ഹ വിമാനത്താവളത്തിൽ എത്തുകയാണ്. അപ്പോഴെല്ലാം അല്ലാഹുമ്മ ഇന്നി നവൈതു ഹജ്ജ ബൈതിക്, അല്ലാഹുവേ ഞാൻ നിന്റെ ഗേഹത്തിലേക്കുള്ള തീർത്ഥാടനം എന്ന ലക്ഷ്യവുമായി ഇതാ യാത്ര തുടങ്ങിയിരിക്കുന്നു എന്ന് ആമിർ ചൊല്ലിക്കൊണ്ടിരുന്നു. ആ വിമാനത്താവളത്തിലെ ടെർമിനലിലേക്ക് പ്രവേശിച്ച ആമിറിന്റെ ഊഴമെത്തിയപ്പോഴേക്കും സുരക്ഷാ ജീവനക്കാർ ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ആമിറിനെ തടയുകയാണ്. ആമിറിന്റെ പേരിനൊപ്പം ലിബിയയിൽ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമുള്ള അൽ ഗദ്ദാഫി എന്ന പേരും ആമിറിന്റെ പേരിനൊപ്പം പാസ്പോർട്ടിൽ കണ്ടതായിരുന്നു പ്രധാന പ്രശ്നം. എല്ലാവരും വിമാനത്തിൽ കയറി. പക്ഷേ ആമിറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതിനാൽ ആമിറിനെ കൂടാതെ വിമാനം റൺവേയിലൂടെ കുതിക്കുകയാണ്. തൻ്റെ വിമാനം പോയ നിരാശയിൽ ആമിർ അപ്പോൾ ഇരിക്കുകയാണ്. ആമിർ നിസ്സഹായനായി ഇരിക്കുന്നു. അള്ളാഹ് ഗാലിബ് മിഷ് മക്സൂം ലിക്, ഇതായിരിക്കാം അള്ളാഹുവിൻ്റെ തീരുമാനം, ഈ യാത്ര നിനക്ക് വിധിച്ചിട്ടില്ലായിരിക്കാം എന്ന് ആമിറിനോട് വിമാനത്താവളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സഹതാപത്തോടെ ആമിറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇൻഷാ അള്ളാ വിമാനം പോകില്ല, ഇൻഷാ അള്ളാ ഞാൻ അതിൽ കയറുക തന്നെ ചെയ്യും, എൻ്റെ ഉദ്ദേശം ഹജ്ജാണ് എന്നായിരുന്നു ആമിറിൻ്റെ അപ്പോഴത്തെ മറുപടി. പെട്ടെന്നാണ് ആ വിമാനം തിരികെ വരുന്നത് ടെർമിനലിൽ ഇരിക്കുന്ന ആമിർ കാണുന്നത്. അയാളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ 1000 പൂത്തിരി കത്തി. വിമാനത്തിന് സാങ്കേതിക തകരാറായിരുന്നു കാരണമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ സാധ്യമല്ലെന്ന മുന്നറിയിപ്പും വിമാനത്തിലെ ക്രൂ അംഗങ്ങൾ യാത്രക്കാർക്ക് നൽകുന്നുണ്ട്. വിമാനത്തിൽ ആമിറിനെയും കയറ്റണമെന്ന ആവശ്യത്തിൽ ആമിറിന് വേണ്ടി ചില ആളുകൾ ആ സമയമൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിമാനത്തിലെ ക്രൂ അതിന് തയ്യാറാകുന്നില്ല. ഒരാൾക്ക് വേണ്ടി വിമാനത്തിൻ്റെ വാതിൽ തുറക്കില്ല എന്നായിരുന്നു അവർ ആ സമയം പറഞ്ഞത്. നിരാശനായ ആമിറിനോട് ഇനി നിങ്ങൾക്ക് മടങ്ങിപ്പോകാം, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക, നിങ്ങൾക്ക് ഈ ഹജ്ജ് വിധിച്ചിട്ടില്ല എന്നായിരുന്നു അധികൃതർ പറഞ്ഞത്. എന്നാൽ നിശ്ചയദാർഢ്യത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ആമിർ താൻ ഈ വിമാനത്തിൽ തന്നെ പോകുമെന്ന് ഇവരെ ഉണർത്തുകയാണ്. വിമാനം തകരാറുകൾ പരിഹരിച്ച് വീണ്ടും ടേക്ക് ഓഫിന് തയ്യാറായി റൺവേയിലൂടെ അത് പതുക്കെ പതുക്കെ ആമിറിൻ്റെ കണ്ണിൽ നിന്നും മാഞ്ഞു. പ്രതീക്ഷകൾ സമ്മാനിച്ചിടത്തു നിന്നും വീണ്ടും വേദന വിധിയായതോടെ ആമിർ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന സമയം അതാ തൻ്റെ മുൻപിലൂടെ കടന്നുപോയ റൺവേയിലൂടെ നേരത്തെ തന്നെ കൂടാതെ പോയ വിമാനം വീണ്ടും തിരിച്ച് റൺവേയിലൂടെ തന്നെ തൻ്റെ മുൻപിലൂടെ ടെർമിനലിൻ്റെ മുൻപിലൂടെ വരുന്നത് ഈ ആമിർ കാണുകയാണ്. ഒരു തകരാർ പരിഹരിച്ച് മുന്നോട്ട് പോയ വിമാനം പ്രതികൂല കാലാവസ്ഥയോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നായിരുന്നു ഇത്തവണത്തെ കാരണം. നേരത്തെ ഒരാൾക്ക് വേണ്ടി മാത്രം തുറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തുറക്കാതിരുന്ന വിമാനത്തിൻ്റെ വാതിൽ അവിടെ തുറക്കപ്പെടുകയാണ്. അതിലുണ്ടായിരുന്ന യാത്രക്കാർ പുറത്തിറങ്ങുന്നു. ഏറെ നേരം വിമാനം ടേക്ക് ഓഫിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനാൽ ഈ സമയം അത് ആമിറിന് അനുഗ്രഹമാവുകയാണ്. കാലാവസ്ഥ അനുകൂലമാണ് എന്ന അറിയിപ്പ് ലഭിച്ചതോടെ യാത്രക്കാർ വിമാനത്തിലേക്ക് തിരികെ കയറുമ്പോൾ എല്ലാ നടപടികളും പൂർത്തീകരിക്കപ്പെട്ട ആമിറും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആമിറിന്റെ നേരത്തെയുള്ള നിസ്സഹായതയിൽ ആമിറിനെ ആശ്വസിപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥർ ദുആക്ക് യാ ഷെയ്ഖ് ആമിർ ബർക്കത്ത് മഅന, ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണേ ഷെയ്ഖ് ആമിർ, നിന്റെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന ആശംസകളോടെ ആമിറിനെ അവർ അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. ആമിർ നല്ലൊരു വ്ളോഗറാണ്. തൻ്റെ അനുഭവം അദ്ദേഹം വിമാനത്തിലെ ക്രൂ അംഗങ്ങളോട് പറഞ്ഞപ്പോൾ അവർക്കും ആശങ്ക.
അവർക്കൊപ്പമുള്ള ഫോട്ടോയും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. മക്കയിലെത്തിയ ആമിർ ഈ വിവരങ്ങൾ തൻ്റെ വ്ളോഗിലൂടെ പങ്കുവെച്ചപ്പോഴാണ് ആമിറും ഹജ്ജും അതിയായ ആഗ്രഹവും എല്ലാം പുറം ലോകം അറിയുന്നത്. ഏതായാലും ആമിർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോമുകളിലും വാർത്തയും കൗതുകവും ട്രെൻഡുമൊക്കെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യമുണ്ട്, നമ്മൾ ഏതൊരു കാര്യത്തെ അതിയായി ആഗ്രഹിച്ചാൽ അതിയായ ആഗ്രഹവും അചഞ്ചലമായ വിശ്വാസവും എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവ സാധിക്കുമെന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാകുന്നത്. ഹജ്ജ് അങ്ങനെയാണ്, അതൊരു ത്യാഗമാണ്. അവിടെ എത്തണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിച്ചാൽ, എത്തിക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ, മറ്റെന്ത് ശക്തി നമ്മളെ തടഞ്ഞാലും നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും. ആമിർ അതിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ്. waytonikah.com, the exclusive Muslim matrimonial site.